കോഴിക്കോട് ചെലവൂരിൽ അരുംകൊല 20-കാരൻ 16-കാരിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. പ്രതിയും കൊല്ലപ്പെട്ട നസ്രീനയുടെ ബന്ധുവുമായ അദ്നാനെ അതേ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇന്ന് പുലർച്ചെ 5:30യോടെയായിരുന്നു നാടിന് നടുക്കിയ കൊലപാതകം. വീട്ടുകാരുടെ ബഹളം കേട്ട് നാട്ടുകാർ ആദ്യം കരുതിയത് വീട്ടിൽ കള്ളൻ കയറിയെന്നതായിരുന്നു. തുടർന്ന് പരിശോധനയിലാണ് 16-കാരിയെ വീടിന് മുകളിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെലവൂർ സ്വദേശിനി നസ്രീനയാണ് കൊല്ലപ്പെട്ടത്. ബന്ധുവായ കൊളത്തറ സ്വദേശി അദ്നാനാണ് ക്രൂരകൃത്യം ചെയ്തത്. പെൺകുട്ടിയുടെ മുത്തശ്ശിയെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനും യുവാവ് ശ്രമിച്ചു. നമ്മൾ 6 മണിക്ക് അറിഞ്ഞ് ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ആളൊക്കെ കൊണ്ടുപോയിക്കണം. ഏട്ടത്തിൻ്റെ മോനാണ്, ഒന്ന് അനിയത്തിൻ്റെ മോനും, ജസ്റ്റത്തി അനിയത്തി മക്കളുടെ അനിയത്തിൻ്റെ മോളും ഏട്ടത്തിൻ്റെ മോനും. അതിനാൻ പെട്ടെന്ന് ഇവിടെ പഠിച്ച് മർക്കസ് പഠിച്ചോക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഓൻ്റെ വീട്ടിൽ പോയി കൊളത്തറൊക്കെ പോയി ചെയ്യാനുള്ള കാരണം നമ്മളറിയില്ലൊന്നുമില്ല. പിന്നെ അവരെ ഇഷ്യൂസ് എന്താണല്ലോ നമുക്കറിയില്ലോ. പെൺകുട്ടിയുടെ മൃതദേഹം കണ്ട ഉടനെ അദ്നാനെ മുകളിലെ നിലയിൽ മുറിയിൽ പൂട്ടിയിട്ടാണ് വീട്ടുകാർ നസ്രീനുമായി ആശുപത്രിയിലേക്ക് പോകുന്നത്. മടങ്ങിയെത്തി മുറി തുറന്നപ്പോൾ യുവാവിന്റെ മുഖത്ത് സെല്ലട്ടപ്പ് ചുറ്റി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഇച്ചിരി കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴൊന്നും പറയാറായിട്ടില്ല. പോസിബിൾ സൂയിസൈഡ് ആണ്, പക്ഷെ നമുക്ക് കൺഫേംഡ് ആയിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ബന്ധുവായ അദ്നാൻ പെൺകുട്ടിയുടെ വീട്ടിലായിരുന്നു താമസം. യുവാവിന്റെ സ്വഭാവ ദൂഷ്യം പെൺകുട്ടി കണ്ടുപിടിച്ചതിന് പിന്നാലെ അദ്നാനെ വീട്ടിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഈ പകയാണ് കൊലപാതകത്തിലെ കാരണമെന്നാണ് നിഗമനം. ഡ്യൂപ്ലിക്കേറ്റ് താക്കോലിട്ട് തുറന്നാണ് അദ്നാൻ വീട്ടിനകത്ത് കയറിയതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. വീട്ടിലെ CCTVകൾ നശിപ്പിച്ച നിലയിലാണ്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ജനം, കോഴിക്കോട്.